ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഒരു ഡബിൾ ധമാക്ക വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ രണ്ട് ഫോൺസ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓപ്പോയിൻ്റെ Reno7 5G ആൻഡ് Reno7 Pro 5G. ആക്ച്വലി 3 അൺബോക്സിങ്സ് ഉണ്ട്. മൂന്നാമത്തെ അൺബോക്സിങ് സസ്പെൻസ് ആണ്. ഓക്കെ, അത് ഞാൻ നൈസായിട്ട് ഇടയിൽ കയറ്റിക്കോളാം. എനിവേ, ഇൻട്രസ്റ്റിംഗ് അൺബോക്സിംഗ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഈ രണ്ട് ഫോൺസിൻ്റെയും പാക്കേജിങ്. നമുക്കിത് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം Reno7 സിലിക്കോൺ TPU കേസ് വരുന്നുണ്ട്, ഡോക്യുമെന്റേഷൻ ആൻഡ് സിം ഇജക്ടർ പിൻ. ഫോൺ നമുക്ക് മാറ്റി വെക്കാം. 65 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജർ, ടൈപ്പ് C ചാർജിംഗ് കേബിൾ. ഇനി Reno7 Pro 5G TPU കേസ് വരുന്നുണ്ട്, ഡോക്യുമെന്റേഷൻ ആൻഡ് സിം ഇജക്ടർ പിൻ, സെയിം 65 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജർ വരുന്നുണ്ട് ആൻഡ് ടൈപ്പ് C കേബിൾ. ഇതാണ് Reno7 5G ആൻഡ് ഇതാണ് Reno7 Pro 5G. ഈ രണ്ട് ഫോൺസിന്റെയും ഇൻ ഹാൻഡ് ഫീലിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും Reno7 Pro ആണ് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തരുന്നത്. Reno7ന്റെ വെയിറ്റ് ആണ് 185 ഗ്രാം, തിക്നെസ് ആണ് 7.8 മില്ലിമീറ്റർ, ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. അതേ സമയത്ത് 7 Proന്റെ ബിൽഡ് നോക്കുകയാണെങ്കിൽ 180 ഗ്രാം ആണ് വെയിറ്റ്. സോ വെയിറ്റ് കുറവാണ്. 7.4 mm ആണ് തിക്നെസ്, ഫ്രെയിം മെറ്റാലിക് ആണ്. അതിനോടൊപ്പം തന്നെ ബാക്കിൽ 2.5D ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഫോൺസും രണ്ട് കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒരു മിനിറ്റ്, കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രൊനൗൺസ് ചെയ്യാൻ. സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ ആൻഡ് സ്റ്റാർ ലൈറ്റ് ബ്ലാക്ക്. ഓക്കെ, അതെന്തായാലും ഫാസ്റ്റായി പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മുടെ സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ, ഇതാണ് നമ്മുടെ സ്റ്റാർ ലൈറ്റ് ബ്ലാക്ക്. സ്റ്റാർ ലൈറ്റ് ബ്ലാക്ക് കുറച്ചും കൂടി ഒരു മ്യൂട്ടഡ് സട്ടൽ ലുക്കാണ് തരുന്നത്. അതേ സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ ആണ്. ഓക്കെ, ഈ രണ്ട് ഫോൺസിലും ഓപ്പോ ഗ്ലോ ഫീച്ചർ ഉണ്ടല്ലോ, ആ ഒരു ഷൈനി ഡിസൈൻ ഫീച്ചർ ഇത് രണ്ടിലും വരുന്നുണ്ട്. രണ്ടിലും ഗ്ലോസി മാറ്റ് ഫിനിഷ് ആണ്. സോ മാറ്റ് ആണെങ്കിലും അങ്ങനെ ഡല്ലായിട്ട് തോന്നുന്നില്ല. ഈ കാണുന്ന സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ എന്ന ഡിസൈൻ ഉണ്ടല്ലോ, ഓപ്പോ പറയുന്നതനുസരിച്ച് ഈ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് LDA ടെക്നോളജി, അതായത് ലേസർ ഡയറക്റ്റ് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. നല്ലൊരു ഡിസൈനാണ്. സ്പെഷ്യലി Reno7 Proന്റെ ആ ഒരു ക്യാമറ മോഡ്യൂൾ, ഈ ക്യാമറ മോഡ്യൂളിന്റെ മേളത്തെ പോർഷനിൽ മെറ്റാലിക് ഫിനിഷ് ആണ്, താഴത്തെ പോർഷനിൽ സെറാമിക് ഫിനിഷ് ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ഓവറോൾ നല്ല പ്രീമിയം ലുക്കിംഗ് പ്രീമിയം ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ക്യാമറ മോഡലിന് ചുറ്റും ഒരു ഓർബിറ്റ് LED കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു LED സ്ട്രിപ്പ് വരുന്നുണ്ട്. നമ്മൾ ഈ ഫോൺ ചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻകമിംഗ് കോൾസ് മെസ്സേജസ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ അത് ലൈറ്റപ്പ് ആവുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്, ഒരു കൂൾ എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഈ രണ്ട് ഫോൺസിലും Amoled ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.43 ഇഞ്ച് ആണ് Reno7ന്റെ ഡിസ്പ്ലേ സൈസ്. Reno7 Proന്റെ ഡിസ്പ്ലേ സൈസ് ആണ് 6.55 ഇഞ്ച്. സോ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ് Reno7 Proയിൽ വരുന്നത്. രണ്ടും ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും റിഫ്രഷ് റേറ്റ് 90 Hz ആണ്. പക്ഷേ Reno7 Proയിൽ HDR10+ന്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ Reno7 Proയിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ആസ്വദിക്കാൻ കഴിയും. രണ്ടിലും Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഈ രണ്ട് ഫോൺസിലും നല്ല ക്വാളിറ്റിയുള്ള Amoled ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ 7 Proന്റെ ഡിസ്പ്ലേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഒരു പ്രോ വേരിയൻ്റ് ആയതുകൊണ്ട് 120 Hzന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കേണ്ടതായിരുന്നു, അറ്റ്ലീസ്റ്റ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പക്ഷേ 90 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിങ്ങിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല, സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ Reno7ൽ ഹെഡ്ഫോൺ ജാക്കിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. Reno7 Proയിൽ ഹെഡ്ഫോൺ ജാക്കിന്റെ ഫീച്ചർ വരുന്നില്ല. ഓക്കെ, സോ അക്കാര്യം ഓർക്കണം. പിന്നെ സ്പീക്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും Reno7 Pro ആണ് ബെറ്റർ. കാരണം ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് Reno7 ആണ്. ഈ രണ്ട് ഫോൺസിലും വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഫുൾ HD കണ്ടന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോൺസിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറും വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. Reno7ൽ 64 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. Reno7 Proയിൽ 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. മെഗാപിക്സലിൻ്റെ കണക്കിൽ പോകേണ്ട, കുറച്ചും കൂടി ബെറ്റർ സെൻസർ വരുന്നത്, അതായത് സോണി IMX 766 സെൻസർ കൊടുത്തിരിക്കുന്നത് Reno7 Proയിലാണ്. ബാക്കി രണ്ട് ക്യാമറകളും എക്സാക്ട്ലി സെയിം ആണ്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡും പിന്നെ 2ന്റെ മാക്രോ. ഈ രണ്ട് ഫോൺസിൻ്റെയും റിയർ ക്യാമറ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഓവറോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് Reno7 Proന്റെ ക്ലാരിറ്റിയും പിന്നെ അതിൻ്റെ ഡൈനാമിക് റേഞ്ചാണ്. Reno7ന്റെ ഫോട്ടോയിൽ കുറച്ചും കൂടി വാം ടോൺ വരുന്നുണ്ട്. 7 Proയിൽ കുറച്ചും കൂടി കൂൾ ടോൺ ആണ് വരുന്നത്. പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ H ഡിറ്റക്ഷനും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഈ രണ്ട് ഫോൺസിലും പോർട്രേറ്റ് വീഡിയോ, അതായത് ബൊക്കെ വീഡിയോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും. അതേ രീതിയിൽ ഈ ബൊക്കെ ഫ്ലെയർ എഫക്റ്റ് ഉള്ള വീഡിയോസും നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ
ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും. AI കളർ പോർട്രേറ്റ് ഉണ്ട്, അതായത് സബ്ജക്റ്റ് മാത്രം കളറായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. പിന്നെ ഒരുപാട് വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന ഡ്യുവൽ വീഡിയോ മോഡ് ഉണ്ടല്ലോ, അതായത് സെൽഫി ക്യാമറ ആൻഡ് റിയർ ക്യാമറ വെച്ച് ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഫീച്ചർ അതും ഇവിടെ വരുന്നുണ്ട്. സോണിയുടെ IMX709 സെൻസറുള്ള വേൾഡ്സ് ഫസ്റ്റ് ഫോണാണ് Reno7 Pro. ഈ പുതിയ സെൻസറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ പിക്സൽ പാറ്റേൺ. നോർമലി RGB പിക്സൽസ് ആണ് വരുന്നത്, ഇതിൽ RGBW പിക്സൽസ് വരുന്നുണ്ട്, അതായത് ഒരു വൈറ്റ് പിക്സലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പോ പറയുന്നതനുസരിച്ച് 60% കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പുതിയ സെൻസർ നല്ല സെൽഫി ഫോട്ടോസാണ് ക്യാപ്ചർ ചെയ്യുന്നത്. സ്പെഷ്യലി ഈ ഫോട്ടോ കണ്ടു, ഒരു പ്രത്യേകതരം എടുപ്പ് വരുന്നുണ്ട് ഫോട്ടോസിൽ. സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഷാർപ്നെസ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ബെറ്റർ ഫീൽ കിട്ടുന്നത് Reno7 Proൻ്റെ ആ ഒരു പുതിയ സെൻസർ വെച്ചെടുത്ത സെൽഫി ഫോട്ടോസിലാണ്. സ്പെഷ്യലി നമ്മുടെ ഫേസിൻ്റെ ബാക്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് നല്ല കത്തി കിടക്കുകയാണെങ്കിലും ഫേസിൽ ഒരു ക്ലാരിറ്റി, ഒരു ഷാർപ്നെസ് കിട്ടുന്നുണ്ട്. ഇൻഡോർ ഫോട്ടോസിലും, അതായത് ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അവിടെ നല്ല ക്ലാരിറ്റി, നല്ലൊരു ഫോട്ടോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്മാർട്ട് വൈഡ് ആംഗിൾ ഓപ്ഷൻ വരുന്നുണ്ട്, അതായത് നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ആംഗിൾ കുറച്ചും കൂടി വൈഡ് ആക്കും. നല്ല ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. എച്ച് ഡിറ്റക്ഷനും നല്ലതാണ്. രണ്ട് ഫോൺസിൻ്റെയും സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേ രീതിയിൽ ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ് മോഡ് ഉണ്ടല്ലോ, അത് ഇവിടെയും സെൽഫിയിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ AI കളർ പോർട്രേറ്റ് ഫോട്ടോസ് ആൻഡ് വീഡിയോൻ്റെ മോഡ് സെൽഫി ക്യാമറയിലും വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ഒരു തേർഡ് അൺബോക്സിംഗ് കണ്ടിട്ട് വന്നാലും അതാണ് Oppo Enco M32 നെക്ക് ബാൻഡിൻ്റെ അൺബോക്സിംഗ്. ഇതാണ് ഈ നെക്ക് ബാൻഡിൻ്റെ ബോക്സ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഈ നെക്ക് ബാൻഡാണ് കിട്ടുന്നത്. കൂടെ ഡോക്യുമെൻറ്റേഷൻ, ചാർജിങ് കേബിൾ ആൻഡ് എക്സ്ട്രാ ഇയർബഡ്സും വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്. ഞാൻ എൻ്റെ ക്വിക്ക് റിവ്യൂ ഷെയർ ചെയ്യാം. സോ M31ൻ്റെ അഡ്വാൻറ്റേജ് ആയിരുന്നു എൻ്റെ ഒരു സോളിഡ് സൗണ്ട് ക്വാളിറ്റി. ആ പ്രൈസ് റേഞ്ചിൽ കിടിലൻ സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു M31ൽ. അതേ രീതിയിൽ ഇവിടെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി പ്രാധാന്യം കിട്ടുന്നത് ബേസിനാണ്. പക്ഷേ അതേ സമയത്ത് ബിൽഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണെങ്കിലും ബാറ്ററി കപ്പാസിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും M31ൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് ശോകമാണ്. ഇവിടെ ആ ഒരു ബാറ്ററി ബാക്കപ്പിൻ്റെ ഇഷ്യൂ വരുന്നില്ല, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും വരുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ നെക്ക് ബാൻഡ് ഇതാണ്. സൗണ്ട് മാത്രമാണ് നോക്കുന്നതെങ്കിൽ M31 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. Reno7ൽ 8GB റാമും 256GB സ്റ്റോറേജ് ആണുള്ളത്. അതേ സമയത്ത് 7 Proയിൽ 12GB റാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 256GB സ്റ്റോറേജും വരുന്നുണ്ട്. Reno7ൻ്റെ റാം സ്റ്റോറേജ് വേരിയൻ്റ് ആണ് LPDDR4X റാം ആൻഡ് UFS 2.2 സ്റ്റോറേജ്. ഇവിടെ LPDDR4X ആൻഡ് UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോൺസിലും ആ ഒരു എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. Reno7ൽ എക്സ്ട്രാ 5GB, ഇവിടെ എക്സ്ട്രാ 7GB കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം വരാൻ പോകുന്നില്ല. 8GB 12GB ധാരാളമാണ്. സോ എക്സ്റ്റൻഡഡ് റാമിൻ്റെ ആവശ്യം എന്തായാലും വരാൻ പോകുന്നില്ല. Reno7ൽ MediaTekൻ്റെ Dimensity 900 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. അതേ സമയത്ത് Reno7 Proയിൽ MediaTekൻ്റെ Dimensity 1200 മാക്സ് ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു 5G ചിപ്സെറ്റ് ആണ്. രണ്ടിലും 10-13 5G ബാൻഡ്സ് വരുന്നുണ്ട്. സോ 5Gൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. രണ്ട് ഫോൺസും അത്യാവശ്യം 5G ബാൻഡ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോൺസിലും Android 11 ആണ് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2022 ഫെബ്രുവരി ആയി Android 12 വരേണ്ടതായിരുന്നു. സ്പെഷ്യലി 7 Pro വേരിയൻറ്റിലെങ്കിലും Android 12 കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ രണ്ടിലും Android 11 ആണ് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. ഈ രണ്ട് ഫോൺസിലും 4500 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. സോ ബാറ്ററി ഈക്വൽ ആണ്. ചാർജിങ്ങും എക്സാക്ട്ലി സെയിം 65 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചാർജർ ബോക്സിൽ കിട്ടുന്നുമുണ്ട്. സോ ചാർജിങ് ആൻഡ് ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂ രണ്ട് ഫോൺസും എക്സാക്ട്ലി സെയിം ആണ്. ഈ രണ്ട് ഫോൺസിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞു കുഞ്ഞു വൈബ്രേഷൻ, അത് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് ഫീൽ ആയത് Reno7 Proയിലാണ്. അതിൻ്റെ കാരണമാവും ഇതിൽ എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ അവർ കൊടുത്തിട്ടുണ്ട്. Reno7ലും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നത് Reno7 Proയിലാണ്. ഈ രണ്ട് ഫോൺസും ഡ്യുവൽ 4G ആൻഡ് ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. Wi-Fi 6ൻ്റെ സപ്പോർട്ട് ഉണ്ട്. Wi-Fi കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. സോ ഈ രണ്ട് ഫോൺസിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? Reno7 ഓക്കെ ഫോണാണ്. എനിക്ക് അത്രയും വാവ് ഫാക്ടറായിട്ട് തോന്നിയില്ല. ഓക്കേഷ് ഫോണാണ്, പറയേണ്ടത് പറയണമല്ലോ. ക്യാമറ, ഡിസ്പ്ലേ, ചാർജിങ്, ബാറ്ററി എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ Reno7 Pro നല്ല രീതിയിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ഇത്തവണ. ആ ബോക്സി ബിൽഡും അലൂമിനിയം ഫ്രെയിം ആണെങ്കിലും ഗ്ലാസ് ബാക്ക് ആണെങ്കിലും ഓവറോൾ ഡിസൈൻ സെറ്റപ്പ് ആണെങ്കിലും മച്ച് പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് Reno7 Proയിൽ. അതിനോടൊപ്പം തന്നെ ക്യാമറയിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത്
ഹാർഡ്വെയറിലാണെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിലും അതിൻ്റെ ഓപ്റ്റിമൈസേഷൻ ആണെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ലോഞ്ചിന് മുന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കറക്റ്റ് പ്രൈസ് എനിക്കറിയില്ല. എക്സാക്ട് പ്രൈസും ബൈ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് കേട്ടോ. സോ ഈ Reno 7 Pro ഞാൻ കുറച്ചും കൂടി യൂസ് ചെയ്യട്ടെ, അതായത് UI ആണെങ്കിലും പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി ചാർജിങ് ഞാൻ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ എൻ്റെ ഒരു ഫൈനൽ റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മിസ്സാവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.